രാവിലെ എണീക്കാൻ എത്ര മടിയുണ്ടെങ്കിലും പിറ്റേന്ന് എവിടെങ്കിലും പോവാനുണ്ടെങ്കിൽ ഒരു അലാമിന്റെ ആവശ്യം വരത്തില്ല, തനിയെ എണീറ്റ് പോകും അല്ലേ? ശരിക്കും പറഞ്ഞാലേ കിടക്കുന്ന മുമ്പ് പിറ്റേന്ന് നല്ല അടിപൊളി ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചാലേ ഒരു അലാം ഇല്ലാതെ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ എണീക്കാൻ പറ്റും. ഈ ഒരു പ്രിൻസിപ്പൾ ശരിക്കും എന്തിനു വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ആക്ച്വലി പറഞ്ഞാല് എനിക്കൊരു ഓണം പരിപാടിയുള്ള ദിവസമായിരുന്നു. അപ്പൊ അന്നത്തെ മീൽ പ്ലാനിങ്ങില് ലഞ്ച് നമുക്ക് സ്കിപ്പ് ചെയ്യാമല്ലോ, ബിക്കോസ് പുറത്തുനിന്ന് സദ്യ ആയിരിക്കും കഴിക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് രാത്രി ഡിന്നർ ഉണ്ടാക്കിയപ്പോൾ തന്നെ കുറച്ച് അധികം കറി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി ആയിരുന്നു ഡിന്നറിന് വെച്ചത്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് ചിക്കൻ കറിയുടെ കൂടെ എന്താ സ്പെഷ്യൽ വരുന്നത്? ലക്ഷദ്വീപുകാരുടെ ഫറട്ട. ലക്ഷദ്വീപിലെ മിനിക്കോ ഐലൻഡിലാണ് ഇത്. മിക്ക വീടുകളിലും രാവിലെ ഇത് തന്നെയായിരിക്കും കേട്ടോ ഉണ്ടാക്കുന്നത്. ശരിക്കും എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഈ ചാനലിൽ തന്നെ ഞാൻ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫറട്ടയുടെ ഒത്തന്റിക് റെസിപ്പിയില് മൈദമാവ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. മൈദയും ആട്ടയും രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്തു. അതിന് മുകളിൽ ചൂടുവെള്ളം, നല്ല തിളച്ചു ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ മാവില് വെള്ളം ഒഴിക്കുന്ന മുമ്പ് തന്നെ കുറച്ച് ഗീയും ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കണം. ശരിക്കും ഇടുന്നത് ഡാൽഡയാണ്, പക്ഷെ നമുക്ക് ഡാൽഡ സ്കിപ്പ് ചെയ്തിട്ട് ഗീ എടുക്കാം. തിളച്ച വെള്ളം മാവിലേക്ക് ഒഴിക്കുന്ന മുമ്പ് 2-3 സ്പൂൺ പഞ്ചസാര ഇടണം. കുറച്ച് സ്വീറ്റും സോൾട്ടും മിക്സ് ആയിട്ടാണ് വരുന്നത്. ഈ പൊറോട്ടയൊക്കെ കഴിക്കുമ്പോൾ കുറച്ചൊരു മധുരം കാണുമല്ലോ, ആ ഒരു അത് പക്ഷെ എടുത്തറിയത്തില്ല കേട്ടോ. എന്നിട്ട് 4 മടക്കി ഇങ്ങനെ ഒന്ന് പറത്തി കൊടുക്കുക. ഇന്ന് നമ്മുടെ കോഴിക്കോടുകാരുടെ കണ്ണൂച്ചി പത്തിരി അല്ലേ, സ്ക്വയർ ഷേപ്പിൽ വരുന്ന അതുമാതിരിക്കെ ഷേപ്പ് ആയിരിക്കും വരുന്നത്. എന്നിട്ട് ഇത് ചുടാനായിട്ട് ചപ്പാത്തിക്ക് ചുടുന്ന പോയതിൽ തന്നെ, പക്ഷെ കുറച്ചൊന്ന് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുത്താൽ നന്നായിട്ട് ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വരും. ഇതിന് ശരിക്കും ബേക്കിംഗ് പൗഡറും ചിലരിടും, പക്ഷെ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഫ്ലഫി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ ശരി, ഇനി ഓണം വ്ലോഗിൽ കാണാം.